ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മൾ ജൂൺ മാസത്തിലായിരുന്നു ഹോമിയോ നഴ്സ് അല്ലെ, ഹോമിയോ നഴ്സ് എന്ന പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. സോ അതിന്റെ ഒരു ന്യൂ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഹോമിയോ നഴ്സിംഗിന്റെ എക്സാം ഡേറ്റ് വന്നു കേട്ടോ, എക്സാം ഡേറ്റ് വന്നു. അതുകൂടാതെ തന്നെ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്, അതിന്റെ അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഹോമിയോ നഴ്സ് പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ PSC പ്രൊഫൈൽ എത്രയും പെട്ടെന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ അല്ലെ, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ എക്സാം വളരെ സിമ്പിൾ ആയിട്ട് എക്സാം പാസ്സാകാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതിന്റെ പഠനം എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 20-ാം തീയതി, അതായത് നവംബർ മാസം 20-ാം തീയതിയാണ് നമ്മുടെ ഹോമിയോ നഴ്സ് എന്ന പോസ്റ്റിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. എന്നാണ് നവംബർ മാസം 20-ാം തീയതി. നമുക്കിപ്പം ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 മാസം അല്ലെ, 3 മാസം ഇല്ല തികച്ച്, എന്നാൽ ഏകദേശം ഒരു 3 മാസമാണ് നമ്മുടെ കയ്യിലേക്ക് ഉള്ളത്. അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്നലെ മുതലാണ്. അതായത് 23/8 മുതൽ 11/9 സെപ്റ്റംബർ മാസം 11-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾ PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ പോയിട്ട് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ഉറപ്പായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക അല്ലെ. നോക്കിയാൽ പലർക്കും ഉള്ള ഡൗട്ടാണ്, ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അതായത് DME ആ സിലബസ് നോക്കുകയാണെങ്കിൽ DMEയുടെ സിലബസ് സെയിം അല്ല, അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മൾ DME പഠിച്ച ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ പോരെ, കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടിട്ടുള്ള സിലബസ് ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ഒന്ന് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം താമസമില്ലാതെ തന്നെ, അതായത് ഉടനെ തന്നെ നമ്മുടെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഈ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ ആ സ്റ്റഡി പ്ലാൻ നമ്മൾ വെച്ചിട്ട് അതുപോലെ ആയിരിക്കും നമ്മുടെ പഠനം കൊണ്ടുപോവുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക. കൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക അല്ലെ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് കഴിയും. നമ്മൾ DME സ്റ്റാഫ് നഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ജോലിയാണ് അല്ലെ. ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലെ നഴ്സാണ്. അപ്പം അതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ജോലിയാണ്, പോസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്താതെ വളരെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഒരു പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഈ കാണുന്ന നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ബാച്ചിൽ, നമ്മുടെ അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.